ഹലോ വിവേഴ്സ്, നമസ്തേ, വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. എൻ്റെ പേര് ഗംഗ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് നമ്മുടെ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ഓപ്ഷൻ ട്രേഡിങ്, അതായത് നമ്മുടെ സോഫ്റ്റ്വെയറിൽ തന്നെ ഓപ്ഷൻ സ്ട്രാറ്റജി ഉപയോഗിച്ച് കൃത്യമായി നമുക്ക് എങ്ങനെ എൻട്രി എക്സിറ്റ് ചെയ്യാം എന്നുള്ളതാണ്. വളരെ ഒരു സിമ്പിളായിട്ടുള്ള ട്രേഡിംഗ് സ്ട്രാറ്റജി, വളരെ ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കി എടുത്ത് ചെയ്യാവുന്ന ഒരു സ്ട്രാറ്റജിയാണ്. ഇപ്പോൾ നിങ്ങൾക്കിത് ലൈവായിട്ട്, ഇപ്പോൾ ഞാൻ കാണിക്കുന്നത് നിങ്ങൾക്ക് ലൈവായിട്ട് കാണാൻ രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് തന്നെ ഓഫീസ് വിസിറ്റ് ചെയ്യാവുന്നതാണ്. KSRTC സ്റ്റാൻഡ് അടുത്ത് ചേർത്തല, ആലപ്പുഴ ഡിസ്ട്രിക്ട് ചേർത്തല KSRTC സ്റ്റാൻഡ് അടുത്താണ്. ഡയറക്റ്റായിട്ട് വരണമെങ്കിൽ വരാം, അല്ലെങ്കിൽ ഓൺലൈൻ തന്നെ ചെയ്യാം. ഇപ്പോൾ ഈ താഴെ നമ്പർ ഡിസ്പ്ലേ ആവുന്നുണ്ട്, കോൾ ഓർ വാട്സപ്പ് സെയിം നമ്പർ തന്നെയാണ്. അപ്പോൾ കോൺടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളിത് ഗൈഡൻസ് തരും എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത്. ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ സോഫ്റ്റ്വെയർ, അത് ഓപ്ഷൻ്റെ തന്നെ പ്രീമിയം ചാർട്ടുണ്ട്. അതായത് നമുക്കിപ്പം ഇപ്പോൾ നിഫ്റ്റിയുടെയോ ബാങ്ക് നിഫ്റ്റി ഏതാണ് കോൾ ഓർ പുട്ട് ഓപ്ഷൻ നമ്മൾ എടുക്കുന്ന സ്ട്രൈക്കിൻ്റെ, ആ സ്ട്രൈക്കിൻ്റെ ചാർട്ട് തന്നെ നമുക്ക് സോഫ്റ്റ്വെയറിൽ കിട്ടും. അപ്പോൾ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്, കൃത്യമായിട്ട് ഏത് പ്രീമിയത്തിലായി ബൈ ചെയ്യണം, എവിടെ എക്സിറ്റ് ചെയ്യണം എന്നൊക്കെ കൃത്യമായിട്ട് നമുക്കൊരു ഐഡിയ കിട്ടും. ഇപ്പം ഞാൻ ഓപ്പൺ ചെയ്തിരിക്കുന്നത് നിഫ്റ്റിയുടെ കോൾ ഓപ്ഷൻ്റെ ചാർട്ടാണ്, 21,800. അപ്പോൾ നമ്മൾ എടുക്കുന്ന സ്ട്രൈക്കിൽ ഇതുപോലെ നമ്മൾ ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ നമുക്ക് സിഗ്നലും കൺഫർമേഷൻ ഉണ്ടെങ്കിൽ മാത്രം എടുത്തേച്ചാൽ മതി. ഇപ്പം നമ്മൾ എപ്പോഴും ഫസ്റ്റ് ഫോക്കസ് ചെയ്യേണ്ടത് നമ്മൾ അണ്ടർലൈൻ അസെറ്റ്, അതായത് ഇപ്പം ഞാനിപ്പോൾ നിഫ്റ്റി കാണിക്കുന്നുണ്ട്, നിഫ്റ്റിയുടെ കാര്യം പറയാം. നിഫ്റ്റി മെയിൻ ചാർട്ട് നോക്കുക, അവിടെ നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റും കോൾ ഓപ്ഷനാണ് പുട്ട് ഓപ്ഷനാണ് ഏത് സ്ട്രൈക്കാണെന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാൻ പറ്റും. ബാക്കി നമ്മൾ ആ സ്ട്രൈക്കിൻ്റെ ചാർട്ടിനെ ഫോളോ ചെയ്ത് വെച്ചാൽ മതിയേ. അപ്പോൾ ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് 21,800 അതെടുത്തിരിക്കുന്നത് ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ് 21,800 എടുത്തതെന്ന്. അപ്പോൾ നമ്മളെടുക്കുന്ന സ്ട്രൈക്കിനകത്ത് നമ്മൾ നോക്കുമ്പോൾ ഇതുപോലെ ബൈ സിഗ്നൽ കാണിക്കണം. അത് ഗ്രീൻ അപ്പാരൽസ് ബൈ സിഗ്നൽ വന്നതിന് ശേഷം അത് കൺഫേം കൂടെ ആണെങ്കിൽ എടുത്തേച്ചാൽ മതി. കൺഫർമേഷൻ എന്ന് പറയുന്നത് കൺഫർമേഷൻ നമ്മൾ ചെക്ക് ചെയ്യേണ്ടതാണ്. ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. ഈ ആരോ വന്നതിന് ശേഷം ഇങ്ങോട്ട് നോക്കൂ, പ്രൈസ് ഇവിടെ ബൈ സോൺ എന്ന് എഴുതി കാണിക്കണം, പ്രൈസ് ഇൻ ബൈ സോൺ. അതുപോലെ ആരോടെ താഴത്തെ ബാർ എന്തായിരിക്കണം, ഗ്രീൻ ആയിരിക്കണം. രണ്ട് കൺഫർമേഷൻ ഉണ്ടായിരിക്കണം. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ സിഗ്നൽ കിട്ടിയിട്ടുണ്ട്, പക്ഷെ നമുക്ക് കൺഫർമേഷൻ ഇല്ല. എന്താണെന്ന് കാരണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് തന്നെ നോക്കി അറിയാൻ പറ്റും, അത് സൈഡ് വേ മാർക്കറ്റ് ആയിരുന്നു. അതായത് നമുക്ക് നോർമൽ ക്യാൻഡിൽ കളർ റെഡ് ആൻഡ് ഗ്രീൻ ആണ്. റെഡും ഗ്രീനും അല്ലാതെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കളേഴ്സും ലൈക്ക് ഇപ്പോൾ ഇതിനകത്ത് വന്നിരിക്കുന്ന ലൈറ്റ് ബ്ലൂ കളർ, അതുപോലെ വൈറ്റ്, എംഡി, ഓറഞ്ച് കളേഴ്സൊക്കെ വരും. അത് സൈഡ് പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റില്ല, മാർക്കറ്റ് എങ്ങോട്ട് വേണമെങ്കിലും റിവേഴ്സ് അടിച്ച് പോകാം. അപ്പം അതുകൊണ്ടാണ് സോഫ്റ്റ് കൺഫർമേഷൻ തരാഞ്ഞത്. പക്ഷെ നമുക്ക് കൺഫർമേഷൻ കിട്ടിയ ഏത് ലെവലാണ് ഇവിടെ വെച്ച് നമുക്ക് എൻട്രി എടുക്കാം. കൺഫർമേഷൻ കിട്ടിയത് നമുക്ക് ഈ ക്യാൻഡിലാണ്. അവിടെ നോക്കിയാൽ ആ ക്യാൻഡിൽ താഴത്തെ ബാറും ഗ്രീൻ, അതുപോലെ ഇത് റെസിസ്റ്റന്റ് ബ്രേക്ക് ചെയ്യുകയും ചെയ്തു. അപ്പോൾ റെസിസ്റ്റന്റ് ബ്രേക്ക് ചെയ്യുന്ന വെച്ചാൽ ഒരു 90% മാർക്കറ്റ് മേലോട്ട് തന്നെ പോകും. അപ്പോൾ നമുക്ക് ആ ടൈമിൽ കൺഫർമേഷൻ കിട്ടി, ഇവിടുത്തെ ബാറും കൺഫേം ആയി. അപ്പോൾ ആ ലെവലിൽ മാർക്കറ്റോട് ഇടണം. മാർക്കറ്റ് റേറ്റിൽ എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, ഇവിടെ നിന്ന് മാർക്കറ്റ് നല്ല രീതിയിൽ കയറിപ്പോയി. ഇപ്പം നമുക്കിവിടെ എൻട്രി കാണിച്ചു തരും, സോഫ്റ്റ് എൻട്രി എക്സിറ്റും കാണിച്ചു തരും. എൻട്രി ഇവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ആ എൻട്രിയിൽ നമുക്ക് എൻട്രി എടുക്കാൻ പറ്റില്ലെങ്കിൽ ഇവിടെ കണ്ട്, ഇവിടെയാണ് അധികം പ്രൈസ് ഡിഫറൻസ് ഇല്ല. നമുക്ക് ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എത്രയാണ്, 259 റൗണ്ട്. ഈ ഒരു ക്യാൻഡിൽ ഫോം ചെയ്തിരിക്കുന്നത് ഓപ്പൺ ചെയ്തിരിക്കുന്നത് 259 അപ്പം ആ മാർക്കറ്റ് 259 മാർക്കറ്റ് റൺ ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. 259 ശേഷം നമുക്ക് വേണമെങ്കിൽ 260 അല്ലെങ്കിൽ 260 ആ ഒരു അങ്ങോട്ടേക്ക് താഴോട്ട് മേലുള്ള റേറ്റിൽ കിട്ടും. ആ ഒരു ലെവലിൽ നമ്മൾ ഡയറക്റ്റായിട്ട് എൻട്രി എടുക്കാവുന്നതാണ്. അവിടെ നിന്ന് എടുത്ത ശേഷം ഇപ്പം നോക്കിയാൽ മാർക്കറ്റ് നിൽക്കുന്ന 393. ആക്ച്വലി ഇപ്പം മാർക്കറ്റ് ഇറങ്ങിയിരിക്കുകയാണ് 423 വരെ കയറിയിട്ടാണ് മാർക്കറ്റ് ഇറങ്ങിയിരിക്കുന്നത്. അത് ഇത്രയും സിമ്പിളാണ്. നമ്മൾ ആദ്യം ചെയ്യേണ്ട നിഫ്റ്റിയുടെ മെയിൻ ചാർട്ട് ഓപ്പൺ ചെയ്യുക. അവിടുന്ന് കോളാണോ പുട്ടാണോ എടുക്കേണ്ടതെന്ന് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ അതുപോലെ തന്നെ അതിൻ്റെ അതായത് നിഫ്റ്റി ബൈലോട്ട് വന്നിരിക്കുന്ന ഏത് ലെവലാണെന്നുള്ളത് മേളിൽ നമുക്ക് ഡിസ്പ്ലേ വരും. ആ ലെവലിൽ നിന്ന് നേരെ അതിൻ്റെ സ്ട്രൈക്ക് സെലക്ട് ചെയ്യുക. ആ സ്ട്രൈക്കിൻ്റെ ചാർട്ടിലാണ് ബാക്കി നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത്. അവിടെ ഇതുപോലെ ബൈ സിഗ്നലും കൺഫർമേഷൻ ഉണ്ടെങ്കിൽ ഡയറക്റ്റ് എടുക്കാവുന്നതാണ്. ഇത് ചില റെയർ കേസസിൽ ഇങ്ങനെ വരത്തുള്ളൂ കേട്ടോ. നമുക്ക് സൈഡ് വേസ് വരുമ്പോഴത്തേക്കാണ് സോഫ്റ്റ്വെയർ കൺഫർമേഷൻ തരാത്തത്. അപ്പോൾ നോർമൽ കേസിൽ നമുക്ക് ഡയറക്റ്റായിട്ട് കൺഫർമേഷൻ കിട്ടിക്കോളും. ഇനിയിപ്പോൾ 21,800 ഞാൻ എങ്ങനെ എടുത്തെന്ന് വെച്ചാൽ സ്ട്രൈക്ക് സെലക്ഷൻ വളരെ സിമ്പിളാണ്. ഇവിടെ നോക്കിയാൽ ബൈ 8 നിഫ്റ്റിയിൽ ബൈ വന്നിരിക്കുന്നത് 29,929 അതായത് ബൈ എന്ന് പറയുമ്പോൾ എന്ത് മനസ്സിലാക്കണം, കോൾ ഓപ്ഷൻ ബൈ ആണ്. 21,929. ഈ 929 നമ്മൾ അറ്റ് ദ മണിയോ ഇൻ ദ മണിയോ ഔട്ട് ഓഫ് ദ മണിയോ അന്ന് സെലക്ട് ചെയ്യാണ്. 929 എന്ന് പറയുമ്പോൾ നമ്മൾ അറ്റ് ദ മണിയാണെന്നുണ്ടെങ്കിൽ വേറെ ഒന്നും നോക്കണ്ട, 900ത്തിൻ്റെ കോൾ ഓപ്ഷൻ എടുക്കാം. ഇൻ ദ മണിയാണെങ്കിൽ മാർക്കറ്റിൻ്റെ ആ ഒരു ലെവലിൽ തൊട്ട് താഴെ ഒരു 100-200 പോയിന്റ് എടുക്കുക. അതായത് നമുക്ക് 800 അല്ലെങ്കിൽ 700 എടുക്കാം. അപ്പോൾ 800 എന്ന് പറയുന്നത് ഇതനുസരിച്ച് ഇൻ ദ മണിയാണ് ഞാൻ നിങ്ങളിപ്പോൾ കാണിച്ചു തന്നത്. ഔട്ട് ഓഫ് ദ മണി എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിൻ്റെ മേളിൽ 22,000, 22,100 അതൊക്കെ നമ്മുടെ ക്യാപിറ്റൽ അനുസരിച്ച് എടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ സോഫ്റ്റ്വെയർ അനുസരിച്ച് സ്ട്രൈക്കിൻ്റെ ചാർട്ടും കിട്ടും. അതുപോലെ സ്ട്രൈക്ക് സെലക്ഷൻ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനോ ഇത് വ്യക്തമായി ഡയറക്റ്റ് വന്ന് പഠിക്കണമെന്ന് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ സോഫ്റ്റ്വെയർ യൂസ് ചെയ്തുള്ള ട്രേഡിംഗ് ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.